അവതരിപ്പിക്കുന്നത് 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. സഹനത്തിലേക്ക് പ്രവേശിച്ച് ഏറെ താമസിയാതെ തന്നെ അൽഫോൺസമ്മ ആരോഗ്യമായി തീർന്നു. മഠത്തിലെ വിശ്രമ സമയത്ത് ഏതാനും കുട്ടികൾ അൽഫോൺസമ്മയുടെ മുന്നിലേക്ക് എടാ, നിനക്ക് ചാമ്പങ്ങ ഇഷ്ടമാണോ? എനിക്ക് നല്ല ഇഷ്ടമാ. പക്ഷേ അപ്പോഴത്തെ കന്യാസ്ത്രീ മരത്തിലെ ചാമ്പങ്ങ മരത്തിൽ നിറയെ ചാമ്പങ്ങ ചൂട് നിൽക്കുന്നുണ്ട്. നമുക്ക് പോയി പറിച്ചാലോ? വേണ്ട, അവർക്ക് അതിനെ അവ കാണാതെ പറിച്ചാൽ പോലെ. വാ, നമുക്ക് നോക്കാം. ആദ്യമില്ല, വേഗം പറിച്ചോ. നിങ്ങളോടല്ലേ പറഞ്ഞ മരത്തിൽ നിന്ന് ചാമ്പക്ക പൊടിക്കരുതെന്ന്? വേണം ഞാൻ നേരത്തെ കഴിഞ്ഞതെടുത്തോ. ഇപ്പൊ പോയത് കള്ളന്മാര്. മക്കളെ, നിങ്ങൾക്ക് ചാമ്പക്ക ഇഷ്ടമാണോ? മദർ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ചാമ്പക്ക പറഞ്ഞു തരാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യണം. ചെയ്തോളാം. നിങ്ങൾ എന്നും സുഹൃത്ത് ജപം ചൊല്ലണം. അറിയാമോ? ഇല്ല. നിങ്ങൾ ഇങ്ങനെ ചൊല്ലുക: എന്റെ അമ്മേ, എന്റെ അമ്മേ, ഈശോയെ, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് എത്ര തവണ ചൊല്ലുക, അതിനനുസരിച്ച് ചാമ്പക ഞാൻ തരും. അച്ഛനും അമ്മയും പറയുന്നത് ചെയ്യണം, നന്നായി പഠിക്കണം, എന്നും പ്രാർത്ഥിക്കണം, പാവങ്ങളെ സഹായിക്കണം. ഇപ്പോൾ എന്റെ കയ്യിൽ 4 ചാമ്പക്കയുണ്ട്. ഇത് നിങ്ങൾ എടുത്തോ. ഞാൻ പറയുന്നത് ചെയ്താൽ വേറെയും സമ്മാനങ്ങൾ തരാം. എന്നാൽ നിങ്ങൾ ഇപ്പൊ പോയിക്കോ. സിസ്റ്റർ അൽഫോൺസ, നാട്ടുകാരുടെ കിടപ്പ് കണ്ടില്ലേ? എന്താ ഒരു അഭിനയം! അസുഖമാണത്രേ, അസുഖം. മെയ് ഇളകിയിൽ പണി മേടിക്കില്ല. കിട്ടിലമ്മയെ പോലെ എങ്ങനെ കിടന്നോളും. അഭിനയക്കാരി. ചേട്ടി വന്നോ? ഞാനൊന്നും മയങ്ങിപ്പോയി. വല്ലാത്ത വേദന. കുറച്ച് വെള്ളം എടുത്ത് തരാമോ? അധികം പ്രായമൊന്നുമായില്ലല്ലോ. വെള്ളം വേണേലേ തന്നെത്താൻ എടുത്ത് കുടിച്ചാൽ മതി. ഇവിടുത്തെ അമ്മമാരോട് കളിക്കുന്നത് പോലെ എന്നോട് കളിക്കണ്ട. എനിക്കവിടെ 20 പണിയുണ്ട്. അഭിനയക്കാരി. എന്റെ ഈശോയെ, ഇവർക്കൊന്നും എന്നെ മനസ്സിലാകുന്നില്ലല്ലോ. അങ്ങോട്ടുള്ള സ്നേഹത്തെ പ്രതി ഈ കുറ്റപ്പെടുത്തലുകൾ സഹിക്കാൻ എനിക്ക് കൃപ തരണമേ. അൽഫോൺസമ്മ മരണത്തിന് ഒരുങ്ങിയോ? ഉമ്മാവേ, എന്റെ ആത്മാവ് ദിവ്യനാഥന്റെ വിളിയുടെ സ്വരത്തിനായി കാത്തുകിടക്കുകയാണ്. അവിടുത്തെ അടുത്തേക്ക് പറന്നടുക്കുവാൻ കൊതിച്ചു നിൽക്കുന്ന ഒരു കൊച്ചു പക്ഷിയെ പോലെയാണ് ഞാനിപ്പോൾ. ഈ കിടക്കുന്നവൾ വലിയൊരു വിശുദ്ധയാകും. ഭാരതസഭയുടെ അഭിമാനമായി ഇവർ മാറും. അനേകായിരങ്ങൾ ഇവളെ തേടി ഈ മണ്ണിലേക്ക് ഓടിയെത്തും. ഈശോയിൽ നിന്ന് അവർക്ക് നിരവധി നന്മകൾ വർഷിക്കാൻ ഇവർ കാരണമാകും. ഈ മണ്ണ് മറ്റൊരു ലിസ്യു ആയി മാറും.